എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ചിക്കനും ചീസെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം ഒരാൾക്ക് ഒന്ന് മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടി എടുക്കുക, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് മൈദപ്പൊടി തന്നെ എടുക്കാം. അപ്പോൾ കുഴക്കുന്ന സമയത്ത് പാലിൽ കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വെള്ളത്തിലാണ് കുഴക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടി എടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി ഇത് ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കണം. നിങ്ങൾ പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ 1.5 കപ്പ് മൈദക്ക് ഇളം ചൂടുള്ള പാലിൽ കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം. ഇനി ഇത് ഒരു 2 മണിക്കൂർ ഇവിടെ അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കാനുണ്ട്. ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് പീസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യമായ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി മതിയാവും. എന്നിട്ട് നല്ല വൃത്തിക്ക് ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. നമ്മൾ ചില്ലി ചിക്കനിലും കട്ട് ചെയ്യുന്നില്ല, ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അടുപ്പിൽ ഒരുപാട് സമയം വെക്കുകയൊന്നും വേണ്ട. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിന് മതി. ഈ ക്യാപ്സിക്കം വെന്ത് ഉടയാനൊന്നും പാടില്ല, അതുപോലെ തന്നെ ഉണ്ടാവണം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കിന് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറായി. മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ഉരുളയാക്കി എടുക്കുക, ഒന്ന് ചെറുതും ആക്കിയെടുക്കണം. വലുതെന്ന് വെച്ചാൽ ഒരുപാടൊന്നും വേണ്ട. നമ്മൾ പൂരി ചുടുന്നതിനേക്കാട്ടിലും കുറച്ച് വലുതായിട്ട് പരത്തിയാൽ മതി. അതിനേക്കാട്ടിലും ചെറിയതായിട്ട് ഒന്ന് വേറെയും പരത്തി വെക്കുക. ഇതുപോലെ എടുക്കുക. ഒന്ന് കുറച്ച് വലുതായിട്ട് പരത്താം. ഒരുപാട് വണ്ണത്തിലും വേണ്ട, നേരിയതും വേണ്ട. ഒരു മീഡിയം സൈസിൽ പരത്തിയെടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. പൂരിയേക്കാട്ടിലും കുറച്ചും കൂടി വലുതായിട്ട് പരത്തുക. എന്നിട്ടാകുമ്പോൾ മോസറല്ല ചീസ് അതിൻ്റെ സൈഡിൽ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. വട്ടത്തിൽ വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്യുക. ഇതുപോലെ ആക്കിയിട്ടാകുമ്പോൾ ചെറിയ ഉരുള ഇതുപോലെ പരത്തിയെടുക്കുക. ഇതിപ്പോൾ കുറച്ച് വലുതാണ്, അത്ര വേണ്ട. അതിനെക്കാട്ടിലും കുറച്ച് ചെറുതേ വേണ്ടു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചെറുതായി പരത്തിയതും കൂടിയും വെച്ച് കൊടുക്കുക.
അതിൻ്റെ മേലെ വെച്ചിട്ടാകുമ്പോൾ കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക സൈഡെല്ലാം. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ടാകുമ്പം ഇതുണ്ടാക്കുന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പാല് കുറച്ച് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കണം. പിന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ ഒരു സൈഡ് ഒരു 5 മിനിറ്റ് വെക്കുക, അടച്ച് വെക്കുക. പിന്നെ അത് മറിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടിയും വെക്കുക. നല്ലോണം വെന്തിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് സ്നാക്കാണിത്, അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.